ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും സൂചിപ്പിച്ചു, ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നതോടുകൂടി നമുക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളിൽ സ്വപ്നം കണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത്. എൻട്രി ലഭിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷെ എൻ്റെ നിഗമനത്തില് മെഡിക്കൽ കോളേജിലേക്കുള്ള നമ്മുടെ പോക്കോ മറ്റു സൗകര്യങ്ങളോ ഉപയോഗപ്പെടുത്തുന്നതിനെക്കാട്ടിലൊക്കെ ഇത് നമ്മുടെ ഒരു അവകാശമാണ് സ്ഥിതികൾ. കാരണം നേരത്തെ അസീസ്ക്ക് അവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഇതിന് വില കൊടുക്കേണ്ടി വന്നൊരു പ്രദേശം തൂരാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ കുടിയിറക്കപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് തൂരാണ്. തൂരിന്റെ നല്ലൊരു ഭാഗം ഈ ഗ്രീൻഫീൽഡ് ഹൈവേ കവർന്നു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ എല്ലാ നിലക്കും തൂരിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻഫീൽഡിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു പ്രദേശമായി തൂര് മാറണം. അപ്പൊ എൻട്രി നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് പറിച്ചു കൊണ്ടുപോയ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അതുവഴി നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ, ഇതൊക്കെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എൻട്രി നമുക്ക് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു അവകാശമാണ്. അപ്പൊ ഇതൊരു അവകാശ പോരാട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിൽ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും അറിയിക്കുകയാണ്. യൂത്ത് ലീഗ് ഏത് പ്രവർത്തനവുമായി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാണെങ്കിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് സഹകരണം, സഹായം നിങ്ങൾക്കുണ്ടാവുമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ വൈകുന്നേരത്തെ 1-2 പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടായി. നമുക്ക് തുവ്വൂരിനോട് മാത്രമല്ല ഈ ഒരു ചിറ്റമ്മ നയം, തുവ്വൂരിനോട് മാത്രമല്ല അധികാരികൾ ഇങ്ങനെ കണ്ണടക്കുന്നത്. പല വികസനങ്ങളും തുവ്വൂരിലേക്ക് വരുന്നില്ല. കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. അവർക്ക് അവിടുത്തെ നാടിന്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നടന്നിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ അസൂയോടുകൂടി നോക്കിക്കണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രദേശവും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇത് ഒരു തുടക്കമാവട്ടെ.